അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജേണൽ എൻട്രി എങ്ങനെയാണ് എളുപ്പത്തിൽ ട്രിക്ക് ഉപയോഗിച്ചിട്ട് എഴുതുക എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ ട്രിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ജേണൽ എൻട്രി എളുപ്പത്തിൽ തന്നെ എഴുതാൻ പറ്റും. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജേണൽ എൻട്രി എങ്ങനെ എളുപ്പത്തിൽ എഴുതാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ പലർക്കും ജേണൽ എൻട്രി എഴുതുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ ആണ്. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഡെയിലി ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുക. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എപ്പോഴും എന്താണ്, രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ആസ്പെക്റ്റ് എന്താണ്, ഡെബിറ്റ് ആയിരിക്കും, മറ്റത് എന്താണ്, ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ പലർക്കും കൺഫ്യൂഷൻ ആണ് ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ഏതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ജേണൽ എൻട്രി പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമാസ് അക്കൗണ്ടിംഗ് ഹബ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്താണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, ജേണൽ എൻട്രി എങ്ങനെയാണ് എഴുതുക, ലെഡ്ജറിലേക്ക് എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുക, ട്രയൽ ബാലൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എല്ലാ വീഡിയോകളും ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മളുടെ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ജേണൽ എൻട്രി എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മൾക്ക് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ജേണൽ എൻട്രി എഴുതാൻ പോകുന്നത് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ടാണ്. അതായത് നമ്മൾക്ക് എല്ലാവർക്കും കൺഫ്യൂഷനാണ്. ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ അതിലെപ്പോഴും രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റേത് ക്രെഡിറ്റ് ആയിരിക്കും. പക്ഷേ നമുക്ക് അറിയണം ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഏതിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ മറ്റേത് നമുക്ക് എളുപ്പത്തിന് കിട്ടും. അപ്പോൾ ആ ആദ്യത്തെ ആസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ ആ ആസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഡെബിറ്റ് ആണോ ക്രെഡിറ്റ് ആണോ എന്നുള്ളത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് എന്താണ് ജേണൽ എൻട്രി എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബുക്കുണ്ട്. ആ ബുക്കിനെയാണ് നമ്മൾ ജേണൽ എന്ന് പറയുക. ജേണൽ എൻട്രി എന്ന് പറഞ്ഞാലോ, നമ്മൾ ആ ബുക്കിൽ എഴുതുന്ന ആ എൻട്രിക്കാണ് നമ്മൾ ജേണൽ എൻട്രി എന്ന് പറയുക. ജേണലൈസിങ് എന്ന് പറഞ്ഞാലോ, ആ ജേണൽ എൻട്രി എഴുതുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ജേണലൈസ് ചെയ്യുക എന്ന് പറയുക. ഇതാണ് ഒരു ജേണലിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. ആദ്യം ഡേറ്റ് കോളം ഉണ്ടായിരിക്കും, പിന്നെ പാർട്ടിക്കുലേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ LF ഉണ്ടായിരിക്കും, പിന്നെ ഡെബിറ്റ് എമൗണ്ട് ഉണ്ടായിരിക്കും, പിന്നെ ക്രെഡിറ്റ് എമൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോന്നും വിശദമായിട്ട് നോക്കാം. ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ ആ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് ആ ഡേറ്റാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. പാർട്ടിക്കുലേഴ്സിനാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ കാണിക്കാനുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതിലൊന്ന് ഡെബിറ്റ് ആയിരിക്കും, മറ്റേത് ക്രെഡിറ്റ് ആയിരിക്കും എന്നും നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം പാർട്ടിക്കുലേഴ്സിൽ എഴുതുമ്പോൾ നമ്മൾ ഡെബിറ്റ് ആസ്പെക്റ്റാണ് ആദ്യം കാണിക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തു, ക്യാഷ് കൊടുത്തിട്ട് പർച്ചേസ് ചെയ്തു. അപ്പോൾ പർച്ചേസും ക്യാഷും ആണ് രണ്ട് ആസ്പെക്റ്റുകൾ ഉള്ളത്. അപ്പോൾ അതിൽ എൻട്രി വരിക പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഡെബിറ്റ് ആസ്പെക്റ്റാണ് എപ്പോഴും കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഡെബിറ്റിലെ എമൗണ്ട് ആണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. അടുത്തതാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ടു എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റിലെ എമൗണ്ട് നമ്മളിവിടെ കാണിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ ഒരു നരേഷൻ, ആ ഒരു എൻട്രിയുടെ ചുരുക്കമാണ് നമ്മൾ ഇവിടെ കാണിക്കേണ്ടത്. LF എന്ന് പറഞ്ഞാൽ ലെഡ്ജർ ഫോളിയോ ആണ്. അത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജേണൽ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മൾ ഇതിനെയെല്ലാം ലെഡ്ജർ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യും. അപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് അതിലെ പേജ് നമ്പറുകൾ നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ LF എന്നുള്ളത് ഉപയോഗിക്കുന്നത്. അടുത്തത് പറഞ്ഞാൽ ഡെബിറ്റ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞാൽ അതിന് രണ്ട് ആസ്പെക്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു, ഡെബിറ്റും ക്രെഡിറ്റും. അപ്പോൾ ഡെബിറ്റിലാണ് നമ്മൾ ഡെബിറ്റിൻ്റെ എമൗണ്ട് കാണിക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് ക്രെഡിറ്റിലാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ക്രെഡിറ്റിലെ എമൗണ്ടാണ് കാണിക്കേണ്ടത്. അതായത് ഡെബിറ്റിലെ എമൗണ്ടും ക്രെഡിറ്റിലെ എമൗണ്ടും എപ്പോഴും ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഒരു ജേണൽ എൻട്രിയുടെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ട്രിക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഡെബിറ്റ് വാട്ട് എവർ ക്യാഷ് ഓർ ഗുഡ്സ് കം ഇൻ ടു ദ ബിസിനസ്. ബിസിനസ്സിലേക്ക് ക്യാഷോ ഗുഡ്സോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്.
ക്രെഡിറ്റ് എന്ന് പറഞ്ഞാലോ വാട്ട് എവർ ക്യാഷ് ഓർ ഗുഡ്സ് ഗോസ് ഔട്ട് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത്രയും നമ്മൾ മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ നമുക്ക് ജേണൽ എൻട്രി നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ ആർക്കും ഒരു കൺഫ്യൂഷൻ വേണ്ട. ഈ ഒരു ട്രിക്ക് മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. എന്താണ്? ബിസിനസ്സിലേക്ക് ക്യാഷോ ഗുഡ്സോ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ബിസിനസ്സിൽ നിന്ന് ക്യാഷോ ഗുഡ്സോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ ഇപ്പോൾ ഒരു ട്രാൻസാക്ഷൻ പറഞ്ഞിട്ടുണ്ട്. മിസ്റ്റർ ആകാശ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് ₹5 lakh. ആകാശിൻ്റെ ബിസിനസ് 5 ലക്ഷം രൂപ ക്യാഷ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ നോക്കണം, ഒരു ആള് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഒരു ആസ്പെക്റ്റ് എപ്പോഴും ക്യാപിറ്റൽ ആയിരിക്കും. അതായത് ഓണറുടെ ആയിരിക്കും ക്യാപിറ്റൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓണർ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ എന്താണ്? ഗിവറാണ്. അതായത് ബിസിനസ്സിലേക്ക് പൈസ തന്നിട്ടുള്ള ആളാണ്. നമ്മളെല്ലാം ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രമാണ് നമ്മൾ കാണുള്ളൂ. അപ്പം മാത്രമാണ് നമ്മൾക്ക് അക്കൗണ്ടിങ് നമ്മൾക്ക് കറക്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടായത്? ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ എന്താണ്? ബിസിനസ്സിലേക്ക് എന്താണ്? ക്യാഷ് എന്താണ്? വന്നു. അപ്പം നമ്മൾ എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ക്യാഷ് കം ഇൻ ടു ദ ബിസിനസ്. അപ്പോൾ ബിസിനസ്സിലേക്ക് വരുന്നതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ക്യാഷിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ആസ്പെക്റ്റ് എന്തായിരിക്കും? ക്യാപിറ്റൽ എന്താണ്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ ഡേറ്റ് എഴുതി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റിൻ്റെ നേരെ 5 lakh കാണിച്ചു. കുറച്ച് സ്പേസ് വിട്ടിട്ട് ടു ക്യാപിറ്റൽ എന്ന് കാണിച്ചു. ക്യാപിറ്റലിലെ ക്രെഡിറ്റിലെ എമൗണ്ട് കാണിച്ചു. 5 lakh തന്നെ എമൗണ്ടും കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ജേണൽ എൻട്രി എഴുതുക. ഇനിയിപ്പോൾ ഇത് നമ്മൾക്ക് റൂളാണ് നിങ്ങൾ പഠിക്കണമെന്ന് വിചാരിക്കുക. റൂളിലാണ് ഇനിയിപ്പോൾ ഇത് നിങ്ങൾ റൂളോട് കൂടിയിട്ടാണ് എഴുതണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എന്താണ് റൂള് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് റൂള് പറഞ്ഞിട്ടുണ്ട്. അസറ്റ് എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതായത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് കാണുന്നത്. അതായത് ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ മാത്രമാണ് കാണാൻ പാടുള്ളൂ. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ നോക്കുമ്പോൾ അസറ്റും എക്സ്പെൻസും ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അതേപോലെ ലയബിലിറ്റിയും ഇൻകം ക്യാപിറ്റലും എന്താണ്? ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യണം, ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ റൂൾ പ്രകാരം ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ക്യാഷ് എന്താണ് ഉണ്ടായത്? ക്യാഷ് ഒരു അസറ്റാണ് അല്ലേ? അസറ്റ് എന്താണ് ഉണ്ടായത്? ഇൻക്രീസ് ആയി. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് ചിന്തിക്കേണ്ടത്. അസറ്റ് ഇൻക്രീസ് ചെയ്താൽ റൂളിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ക്യാപിറ്റൽ എന്താണ്? ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റി എന്താണ്? വർദ്ധിച്ചു. ബിസിനസ്സിന് കൊടുക്കാനുള്ള ബാധ്യത വർദ്ധിച്ചു. ബാധ്യത വർദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ട്രിക്കാണ് എളുപ്പമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ല റൂളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം. അടുത്ത ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം. പർച്ചേസ്ഡ് ഗുഡ് ഫോർ ക്യാഷ് ₹9,000. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ആസ്പെക്റ്റ് പർച്ചേസ് ആണ്, രണ്ടാമത്തെ ആസ്പെക്റ്റ് ക്യാഷ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന്. നമ്മൾ പൈസ കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ സാധനങ്ങൾ എന്താണ്? ഗുഡ്സ് എന്താണ്? ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നു അല്ലേ? ബിസിനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ക്യാഷ് എന്താണ് ഉണ്ടായത്? പുറത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് ഒന്നേ കിട്ടേണ്ട ആവശ്യമുള്ളൂ. ഡെബിറ്റ് ആസ്പെക്റ്റ് കിട്ടിയാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ്? രണ്ടാമത്തത് എന്താണ്? ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ എൻട്രി എന്താണ് വരിക? പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. എന്നിട്ട് അതിൻ്റെ ഒരു നരേഷൻ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ റൂൾ പ്രകാരമാണ് നോക്കണം എന്നുണ്ടെങ്കിലോ പർച്ചേസ് എന്താണ്? എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് എന്താണ് ഉണ്ടായത്? ഇൻക്രീസ് ആയി. എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? ക്യാഷ് ആണ്. ക്യാഷ് എന്താണ്? ഒരു അസറ്റാണ്. അസറ്റ് എന്താണ് ഉണ്ടായത്? ഡിക്രീസ് ആയി, കുറഞ്ഞു. ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെയാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ റൂൾ പ്രകാരം നോക്കിയാലും ഇത് കറക്റ്റാണ്. നമുക്കിനി അടുത്ത ട്രാൻസാക്ഷൻ നോക്കാം. ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ദ SBI ബാങ്ക് ₹12,000. ബിസിനസ്സിലെ ക്യാഷ് എടുത്തിട്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. ക്യാഷും ബാങ്കുമാണ് രണ്ട് ആസ്പെക്റ്റുകൾ. SBI ബാങ്കുമാണ് രണ്ട് ആസ്പെക്റ്റുകൾ. അപ്പോൾ ക്യാഷ് എന്താണ് ഉണ്ടായത്? ഗോസ് ഔട്ട്. ബിസിനസ്സിൽ നിന്ന് എന്താണ്? പോയി. അപ്പോൾ ഗോസ് ഔട്ടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഏതിനെ ഓട്ടോമാറ്റിക്കായിട്ട് ഡെബിറ്റ് ചെയ്യണം? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ SBI ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിലെ എമൗണ്ട് കാണിച്ചു, ടു ക്യാഷ്. ഇനി നമുക്ക് റൂൾ പ്രകാരം നോക്കാം. റൂൾ പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിലോ ക്യാഷ് ഒരു അസറ്റാണ്. ആ അസറ്റ് എന്താണ് ഉണ്ടായത്? കുറഞ്ഞു.
അസറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. ബാങ്ക് എന്താണ്? അസറ്റാണ്. ബാങ്ക് എന്താണ്? ഇൻക്രീസ് ആയി. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ബാങ്കിനെ എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. സോൾഡ് ഗുഡ്സ് ടു നവീൻ ₹9,000. അപ്പോൾ ഒരു ആസ്പെക്ട് നവീനാണ്, രണ്ടാമത്തെ ആസ്പെക്ട് എന്താണ്? സെയിൽസ് ആണ്. അപ്പോൾ സെയിൽസ് എന്താണ് ഉണ്ടായത്? ഗോസ് ഔട്ട്, ഗുഡ്സ് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോകുന്നതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നവീനെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? നവീൻ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു സെയിൽസ് ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. ഇനി നമുക്ക് റൂൾ പ്രകാരം നോക്കാം. നവീൻ എന്താണ്? ഒരു അസറ്റാണ്, നമുക്ക് കിട്ടാനുള്ളതാണ്. കിട്ടാനുള്ളതൊക്കെ അസറ്റായിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആ അസറ്റ് എന്താണ് ഉണ്ടായത്? ഇൻക്രീസ് ആയി. അപ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്തു. സെയിൽസ് എന്താണ്? ഒരു ഇൻകമാണ്. ആ ഇൻകം എന്താണ് ഉണ്ടായത്? ഇൻക്രീസ് ആയി. ഇൻകം ഇൻക്രീസ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെന്താണ്? റൂൾ പ്രകാരം ഇത് കറക്റ്റാണ്. അടുത്തത് നോക്കാം. ചെക്ക് ഗിവൺ ടു വരുൺ ₹8,000. നമ്മൾ വരുണിന് ചെക്ക് കൊടുത്തു. അപ്പോൾ നമുക്ക് രണ്ട് ആസ്പെക്റ്റുകൾ, ഒന്ന് വരുണും രണ്ടാമത്തത് എന്താണ്? ബാങ്കാണ്. അപ്പോൾ ചെക്ക് കൊടുക്കുമ്പോൾ എന്താണ്? ബാങ്കിൽ നിന്ന് എന്താണ്? പൈസ പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ബാങ്ക് എന്താണ്? ഗോസ് ഔട്ടാണ്. ഗോസ് ഔട്ടിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്തിനെ ഡെബിറ്റ് ചെയ്യണം? വരുണിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? വരുൺ അക്കൗണ്ട് ഡെറ്റർ ഡെബിറ്റിൽ എമൗണ്ട് കാണിച്ചു, ടു SBI ബാങ്ക് ക്രെഡിറ്റിൽ എമൗണ്ട് കാണിച്ചു. ഇനി റൂൾ പ്രകാരം നോക്കാം. റൂൾ പ്രകാരം എന്താണ്? വരുൺ എന്താണ്? ലയബിലിറ്റിയാണ്. ആ ലയബിലിറ്റി എന്താണ്? കുറഞ്ഞു. കൊടുക്കുമ്പോൾ ആ ലയബിലിറ്റി കുറയല്ലേ ചെയ്യുക. അതുകൊണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു. ബാങ്ക് എന്താണ്? ഒരു അസറ്റാണ്. ബാങ്കിൽ നിന്ന് പൈസ പോയി. അപ്പോൾ പൈസ ഡിക്രീസ് ചെയ്തു. ബാങ്ക് ഡിക്രീസ് ചെയ്തു. അപ്പോൾ അതിനെന്ത് ചെയ്തു? ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും എൻട്രി വരിക? വരുൺ അക്കൗണ്ട് ഡെറ്റർ ടു SBI ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ നമ്മൾക്ക് ജേണൽ എൻട്രി നമ്മൾക്ക് എഴുതാൻ പറ്റും. ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ചാൽ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.